ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 25 ദിവസ നൊയമ്പ് കാലത്ത് ഇപ്രകാരം വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരവസരം നൽകി തന്ന ബഹുമാനപ്പെട്ട ക്രിസ്റ്റി അച്ഛനോടും പ്രിയപ്പെട്ട കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതായ വേദഭാഗം യിരെമ്യാ പ്രവചൻ്റെ പുസ്തകം 23-ാം അധ്യായം 5-ഉം 6-ഉം വാക്യം. യിരെമ്യാ പ്രവചനം 23:5-6. ഞാൻ ദാവീദിനെ നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്തെ നീതിയും ന്യായവും നടത്തും. അവൻ്റെ കാലത്തെ യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രയേൽ നിർഭയമായി വസിക്കും. അവനെ യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രയേൽ ജനത പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്തെ യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ച ഒരു വാഗ്ദത്തമാണ് ഈ ഭാഗത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അന്ന് രാജാക്കന്മാർ പരാജയപ്പെട്ടിരുന്ന, നീതി ഇല്ലാതിരുന്ന, ഭാവി അനിശ്ചിതത്വത്തിലായിരുന്ന സാഹചര്യത്തിലാണ് ദൈവം ഒരു അത്ഭുതകരമായ വാഗ്ദാനം ഈ പ്രവാചകനെ നൽകുന്നത്. ചെറിയ ചിന്തയ്ക്കായിട്ട് 3 പോയിന്റുകൾ പറഞ്ഞുകൊള്ളട്ടെ. 1, ദാവീദിൻ്റെ വംശത്തിൽ നിന്നും ഒരു നീതിയുള്ള രാജാവ് വരും. ഈ രാജാവ് വിവേകത്തോടെ, ബുദ്ധിയോടെ, നീതിയോടെ പ്രവർത്തിക്കും. അവൻ തൻ്റെ ജനത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കും. അവനെ വിളിക്കുന്ന നാമം നമ്മുടെ നീതി യഹോവ. ഈ ക്രിസ്മസ് കാലത്തെ നാം ഈ വാഗ്ദാനത്തിൻ്റെ നിറവേൽ ബെത്ലഹേമിൽ കാണുന്നു. ബെത്ലഹേമിലെ ഒരു ശിശുവായി ജനിച്ച യേശു ക്രിസ്തു ഈ വാഗ്ദത്ത രാജാവാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനും നമ്മുടെ ജീവിതത്തിൽ നീതിയും ന്യായവും സ്ഥാപിക്കുവാനും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാനുമാണ് അവൻ കടന്നു വന്നത്. 2, യേശു ക്രിസ്തുവിൽ വാഗ്ദാനം നിറവേറുന്നു. ക്രിസ്മസ് ദിനത്തിൽ ഈ വാഗ്ദാനം യാഥാർത്ഥ്യമായി. ബെത്ലഹേമിൽ ജനിച്ച യേശു ക്രിസ്തു ദാവീദിൻ്റെ വംശത്തിൽ നിന്നുള്ള ആ വാഗ്ദത്ത രാജാവായി കടന്നു വന്നു. അവൻ ഇന്ന് ജനഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെയും ദയയുടെയും വാത്സല്യത്തിൻ്റെ അനുഭവങ്ങളെ പകർന്നു കൊടുത്തു. തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നീതിയും രക്ഷയും വെളിപ്പെടുത്തി കൊടുത്തു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോസഫിനെയും, നീതിമാനായ യോസഫിനെയും മറിയയും നമ്മളെ കാണുമ്പോൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ജോസഫും മറിയയും അവരുടെ പ്രതിസന്ധികളുടെ നടുവിലെ പ്രത്യാശ കൈവിടാതെ ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, ദൈവത്തിൽ സങ്കേതപ്പെട്ട്, ദൈവത്തിൽ വിധേയപ്പെട്ട് ജോസഫ് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ പ്രത്യാശയുടെ അനുഭവം നഷ്ടപ്പെടാതെ ഒരു നല്ല ഭാവിയിലേക്ക് ഉയരുവാൻ ജോസഫിന് സാധിച്ചു. മറിയയെ സംബന്ധിച്ചിടത്തോളം വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയ അവസരത്തിലും മറിയ ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതെ പൂർണ്ണമായിട്ട് ദൈവത്തെ താഴ്മയോടെ, വിനയത്തോടെ ദൈവസന്നിധിയിലെ അടുത്തു വരുവാനും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തോട് ചേർന്ന് ദൈവത്തിനെ നന്ദി കരയേറ്റുവാനും, ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാനും ഉള്ളതായ ആ വലിയ മനോഭാവം മറിയയിൽ ഉളവായപ്പോൾ അവളെ ദൈവസ്നേഹത്തിൻ്റെ, ദൈവകൃപയുടെ നിറവിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുണ്ടായി. 3, നമ്മുടെ നീതി യഹോവ. പ്രവാചകൻ പറയുന്ന ഈ രാജാവിനെ വിളിക്കുന്ന നാമം നമ്മുടെ നീതി യഹോവ. നമ്മുടെ സ്വന്തം നീതിയിലല്ല, യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതിയിലാണ് നമ്മുടെ രക്ഷയും സമാധാനവും. ഈ ക്രിസ്മസിൽ ഉണ്ണിയേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് രാജാവായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്മസ് എന്നത് ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റിയ സുന്ദര സുദിനമാണ്. നീതിയുടെ രാജാവായ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും പ്രാപിപ്പാൻ ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കട്ടെ. ഇമ്മാനുവേലായ യേശുവിനെ ജനിപ്പാനുള്ള ഒരു സത്രമായി നമ്മുടെ ഭവനങ്ങളെ നമുക്കൊരുക്കാം. ഏറ്റവും വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ ഉണ്ണിയേശുവിനെ ജനിപ്പാനായി നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു പുൽക്കൂട് തയ്യാറാക്കാം. ഈ ക്രിസ്മസ് കാലം അന്ധകാരം മാറി യേശു ക്രിസ്തു എന്ന സത്യവെളിച്ചം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും നിറഞ്ഞു നിന്ന് നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകുവാൻ സാധ്യമായി തീരട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ
നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.